നിങ്ങളൊക്കെ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ അധ്യാപകനായിട്ട് അവിടെ ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാവരെയും എനിക്ക് അന്നു മുതലേ അറിയാമായിരുന്നു. ഇപ്പോൾ വളരെ പ്രഗത്ഭരായ പ്രിൻസിപ്പൽമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കലാലയമായിരുന്നു കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. പല തട്ടിൽ, പല ഔന്നത്യത്തിൽ, പല രീതിയിൽ ആൾക്കാരോട് ഇടപഴകുന്ന ആൾക്കാരായിരുന്നു. മുഖം മൂടി ഇട്ടുകൊണ്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മുഖം മൂടിയൊക്കെ അഴിച്ചു വെച്ച് കുട്ടികളുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു പ്രിൻസിപ്പൽ എന്ന ഒരു ഖ്യാതിയോ അപഖ്യാതിയോ എന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നു ആ സമയത്ത്. സംഘടനകൾ നടക്കുന്ന അവസരത്തിലും കലാപരിപാടികൾ നടത്തുന്ന അവസരത്തിലും ഒക്കെ അവരുടെ ഇടയിലൊക്കെ ഓടിച്ചാടി നടക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ സൗഹൃദം എന്നും നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു വട്ടം കൂടി എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പലവട്ടം കൂടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്നല്ല, ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. കാരണം ആ ഒരു സൗഹൃദം ഉണ്ടായാൽ, മുമ്പ് കാസർഗോഡ് ഒരു എന്താണ് പറയേണ്ടത്, ഭീകരനാട് എന്നൊരു പേരുണ്ടായിരുന്നത് ആകെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ കാസർഗോഡ് ഒരു സ്വർഗരാജ്യമാണ് എന്ന രീതിയിൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്ന തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കണം. കാസർഗോഡിൻ്റെ സർവോപരി എല്ലാവിധ ഉന്നതിക്കും നമുക്ക് ഇപ്പോൾ കാസർഗോഡ് കോളേജിൽ പഠിക്കണമെന്നില്ല, കാസർഗോഡ് കോളേജിൽ പഠിച്ച ആൾക്കാരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ നാടിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും പല ഉന്നത പദവികളും അലങ്കരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. കലാവേദികളിൽ ഒരുപാട് പേരുണ്ട്, സിനിമാ രംഗത്ത് പോയിട്ടുള്ളവരുണ്ട്, വിദ്യാഭ്യാസ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് ചെന്ന് പ്രവർത്തിച്ചവരുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ ഒരു വട്ടം കൂടി എന്നൊരു കൂട്ടായ്മ വളരെ മാതൃകാപരമായിട്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഈ അൻവറെന്തേ വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതും ഡോക്ടർ മാങ്ങാട് ഇവിടെ പറഞ്ഞത്. അൻവറിൻ്റെ കൂടെ ഷുക്കൂറും ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദൃശ്യമാധ്യമത്തിൽ ഒക്കെയുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അൻവർ കടന്നുപോയി. അൻവർ മാത്രമല്ല, ഒരുപാട് പേര് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവരും ഇതിൽ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവരും ഒക്കെ മൺമറഞ്ഞു പോയി. അവരുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി നമുക്ക് നേരാം. ഒപ്പം ഈ വരുന്ന ആഗസ്റ്റ് 15 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കോളേജിൽ വെച്ച് ഏകദേശം ഒരു 8 മണിക്കൂറോളമുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ കാസർഗോഡ് ജനത വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പത്രം വഴി ഈ കാര്യങ്ങൾ പൊതുജനത്തിലേക്ക് അറിയിക്കണം. ഒരു വട്ടം കൂടി എന്ന് പലവട്ടം കൂടിയിട്ട് കാസർഗോഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്നുകൂടി അറിയിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 95626 66617.